ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് പ്രിൻസ് എന്ന സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ തന്തനായിക്ക് ആരും ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അയാളങ്ങനെ അതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് നോക്കുന്ന ടൈമിന് എന്നെ അസ്വദേവത്തിൽ വെച്ച് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു മെസ്സേജ് ഉണ്ടായിരുന്നത്. ആരയച്ചതാണ് എന്നൊന്നും അറിയത്തില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മീനാനക്കരയിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും കൂടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ അവയുടെ അച്ഛനായാലും കനിൻ്റെ അച്ഛനായാലും കനിൻ്റെ മുത്തശ്ശനായിട്ടുള്ള രാജാവായാലും അതുപോലെ തന്നെ റാമിലിൻ്റെ അച്ഛൻ എല്ലാവരും കൂടിയിരിക്കുകയാണ്. കാരണം ഇവരുടെ ആ ഒരു ആർച്ചറി കോമ്പറ്റീഷൻ അതവർ അവിടെ ഇരുന്നാണ് കാണാൻ പോകുന്നത്. അവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് അങ്ങനെയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ആദ്യം തന്നെ നമ്മുടെ രാജാവ് മീനാനക്കരയിലെ രാജാവിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും തന്നെ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. നമ്മുടെ കാൽവിനൊക്കെ അവിടെ ഉണ്ട്, ഒത്തിരി വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. മത്സരം സ്റ്റാർട്ടാകുവാണ്. അവിടെ ഒരു സ്ക്രീൻ വഴി അവരിതിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ റൂൾസ് പറയുന്നുണ്ട്. അതായത് ഇവർക്ക് 4 ടാർഗറ്റാണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ടാർഗറ്റ്, അതായത് നമ്മൾ സാധാരണ ആർച്ചറി ചെയ്യുമ്പോൾ തന്നെ ഒരു റൗണ്ട് പോലത്തെ സംഭവത്തിൽ നടുക്കുള്ള പോയിന്റിൽ വേണം നമുക്ക് ആർച്ചറി ചെയ്യാനായിട്ട്. സോ ആ ഒരു ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ടാർഗറ്റ് എന്ന് അവർ ഉദ്ദേശിച്ചത്. ഒന്നതാണ്. പിന്നെ ഒരു പാമ്പ്, ഒരു കുതിര, ഒരു പക്ഷി, ഇവരിത്രയാണ് ടാർഗറ്റ്സ് ആയിട്ടുള്ളത്. സോ ഇതിലെല്ലാത്തിനെയും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തരുടെ പോയിന്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. അതായത് 10, 35, 45 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടൈമർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും മത്സരം സ്റ്റാർട്ടാകുന്നുണ്ട്. അപ്പം തന്നെ ഇവർ 3 പേരും കാട്ടിനുള്ളിലേക്ക് ഓടുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കനിൻ്റെ പോയിന്റ് ആദ്യം കൂടുന്നുണ്ട്, പിന്നെ അവയുടെ കൂടുന്നുണ്ട്, റാമിലിൻ്റെ കൂടുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്ത് വരുന്നുണ്ട്. അവസാനം ആ ഒരു 4 ടാർഗറ്റിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്കും അവയ്ക്കെന്തോ ആണ് ഹൈ പോയിന്റ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. എന്നാൽ ആ ഒരു ടൈമിന് പെട്ടെന്ന് സിഗ്നൽ പോവാണ്. അതുകൊണ്ട് തന്നെ രാജാവിനൊന്നും അവിടെ നടക്കുന്നത് സ്ക്രീൻ വഴി കാണാൻ പറ്റുന്നില്ല. ആ ടൈമിന് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ടെൻഷനാവുന്നുണ്ട്. എന്തോ ഡൗട്ട് തോന്നിയിട്ട് ആ സ്പോട്ടിൽ തന്നെ ചരൺ അവിടെ നിന്ന് ഇവരുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതേ ടൈമിന് ഇവരെ 3 പേരെയും കാണിക്കുമ്പോൾ കാട്ടിൽ വേറെ ഡയറക്ഷനിലാണ് പോയതെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കും അവർ 3 പേരും ഒരേ സ്ഥലത്ത് എത്തുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് പുകയൊക്കെ വരുന്ന ബോംബുകൾ അതൊക്കെ സൈഡിൽ പൊട്ടുന്നുണ്ട്. ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ആരാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇതേ ടൈമിന് രാജാവ് മീനാനക്കരയിലെ രാജാവിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ അറ്റാക്കൊന്നും നടക്കാറില്ലല്ലോ, ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? അയാളപ്പോൾ ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ ഉടനെ തന്നെ എല്ലാം റെഡിയാക്കാം, നിങ്ങൾ ആരും വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. കരിൻ്റെ അച്ഛൻ ഒരുപക്ഷെ എൻ്റെ ആൾക്കാർ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടാകും എന്നും പറയുന്നുണ്ട് മീനാനക്കരയിലെ രാജാവ്. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും നിങ്ങൾ സേഫായിട്ട് മാറിയിരിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന മറ്റാൾക്കാരുടെ അടുത്തും പിന്നെ കാൽവിൻ്റെ അടുത്തൊക്കെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സേഫായിട്ട് മാറിയിരിക്കുക, ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേ ടൈമിന് വീണ്ടും കനിനെ റാമിലിൻ്റെ അവനെയും കാണിക്കുമ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആരൊക്കെ അമ്പെറിയാണ്. അതായത് ഇവരുടെ ദേഹത്ത് തന്നെ കൊള്ളണം എന്ന രീതിയിൽ അവരെല്ലാം അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ആ ഒരു ടൈമിന് അവ വന്ന് വീണിട്ട് അവളുടെ കാലുളുക്കുന്നുണ്ട്. സോ ഒക്കെ നടക്കാൻ പറ്റുന്നില്ല. ആ ഒരു ടൈമിലാണ് ഇവർ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് നേരെ വരുന്ന അമ്പുകളെല്ലാം ഇവർ 3 പേരും യൂസ് ചെയ്യുന്ന അമ്പുകൾ പോലെ തന്നെയാണ്. അതായത് 3 പേർക്കും ഉപയോഗിക്കാനായിട്ട് 3 കളർ അമ്പ് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആര് കുത്തിയിട്ടാണ് ആർക്കാണ് പോയിന്റ് വന്നതെന്നൊക്കെ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ റാമിലിൻ്റെ കളറിലുള്ള അമ്പായിരിക്കും അവയ്ക്ക് നേരെ വരുന്നത്, അവയ്ക്ക് കൊടുത്തേക്കുന്ന കളറിലുള്ള അമ്പായിരിക്കും കനിൻ്റെ നേരെ വരുന്നത്. അതുപോലെ ഇങ്ങനെ മാറിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർ 3 പേരല്ല ഷൂട്ടും ചെയ്യുന്നത്. സോ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് ഇവർ തമ്മിൽ ഷൂട്ട് ചെയ്യുവാണെന്ന്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിട്ട് ആരോ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണെന്ന്. അവയ്ക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ റാമിൽ അവേനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ 3 പേരും കൂടെ അതുവഴി എങ്ങോട്ടും ഓടി പോകുന്നുണ്ട്. സമയം ചരനാണെങ്കിൽ ഈ ഒരു മത്സരം തുടങ്ങിയ ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിനെ എല്ലാം തന്നെ ആരൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചരനാണെങ്കിൽ ടെൻഷനായിട്ട് കാട്ടിനുള്ളിലേക്ക് കയറി പോവാണ്. അപ്പം തന്നെ അങ്ങോട്ടേക്ക് പൈതായും മീര എത്തുന്നുണ്ട്. അവരും ഇതേ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അവരും ടെൻഷനായിട്ട് അവരും കാട്ടിനുള്ളിലേക്ക് കയറി പോവാണ്. ഇതേ ടൈമിന് തന്നെ അവിടെ കൊട്ടാരത്തിൽ ഇവരെല്ലാവരും തന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്, എങ്ങനെയായിരിക്കും കനിനെ എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെ രാജാവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിനാണ് അങ്ങോട്ടേക്ക് തന്തനായി കയറി വരുന്നത്. തന്തനായി അവരുടെ ഒരു ഗാർഡായിരുന്നു, അതായത് നമ്മുടെ കനിനെ കുഞ്ഞിൻ്റെ തൊട്ടേ നോക്കി വളർത്തുന്നതിന് മുമ്പായിട്ട്. സോ അയാളിപ്പോൾ അതേ ആ ഒരു വേഷത്തിൽ തന്നെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. രാജാവിൻ്റെ അടുത്ത് ആദ്യം തന്നെ രാജാവിൻ്റെ സോൾജേഴ്സിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയതിനും മാറി താമസിച്ചതിനൊക്കെ സോറി പറയുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് കാരണക്കാരനായ ആളെ താൻ കണ്ടുപിടിച്ചു എന്നും അതിൻ്റെ എവിഡൻസ് എല്ലാം തന്നെ രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. രാജാവ് അത് നോക്കുകയാണ്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. തന്തനായി ഒരു ദിവസം വേദിസിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് അയാളെ കാണാനായിട്ട് കനിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ഞാനീ പറയാൻ പോകുന്ന കാര്യം രാജാവിനോട് പോലും പറയരുതെന്ന്. ആ ഒരു ടൈമിന് അതെന്താ നിങ്ങൾ രാജാവിനെ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ അച്ഛനല്ലേ എന്നിങ്ങനെ തന്നെ തിരിച്ച് ചോദിക്കുമ്പോൾ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എനിക്കിത് ആരും അറിയണമെന്ന് താല്പര്യമില്ല, കനിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഓക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയമാണ് കനിനെ ആർച്ചറി പഠിപ്പിക്കാനായിട്ട് ജോ എന്ന് പറഞ്ഞ ഒരു കോച്ച് വന്നത്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അയാളെ പറ്റിയിട്ട് എന്തൊക്കെ ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ തന്തനായും അയാളെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇയാളാണെങ്കിൽ ശരിക്കും ഒരു കോച്ചൊന്നും അല്ല, മുമ്പ് എന്തോ ഗാർഡായിട്ടെന്തോ ഇരുന്നിട്ട് ഒറ്റയടിക്ക് ഇയാൾ കോച്ചായിട്ട്
ആയിട്ട് വന്നതാണെന്നൊക്കെ. സോ ഫസ്റ്റ് തന്നെ സംശയം പോകുന്നത് റാമിലിൻ്റെ അച്ഛനിലേക്കാണ്. അയാൾ തന്നെയായിരിക്കും കനിനെ ജോ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നും ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിനാണ് വേറെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ ജോയുടെ ഈ ഒരു കോച്ചാണെന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽസും ഇൻഫോയും എല്ലാം തന്നെ ഉണ്ടാക്കി ചേർത്തതാണ്, ഇതൊന്നും തന്നെ റിയൽ അല്ലാന്ന്. അതേ ടൈമിന് തന്നെ തന്തനായുടെ ഒരു പയ്യനെ ഈ റാമിലിൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ വർക്ക് ചെയ്യാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ പയ്യൻ വഴി അറിയാൻ കഴിയുന്നുണ്ട് ഇത് ആക്ച്വലി റാമിലിൻ്റെ അച്ഛൻ ചെയ്ത പരിപാടിയല്ല, മീനാനക്കരയിലെ രാജാവ് ചെയ്ത പരിപാടിയാണെന്ന്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു എവിഡൻസ് ഒക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും രാജാവിന് മനസ്സിലാവുന്നുണ്ട് ഈ പരിപാടി എല്ലാം കാണിച്ചു കൂട്ടിയത് മീനാനക്കരയിലെ ആ ഒരു രാജാവാണെന്ന്. പിന്നീട് വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു സത്യം തണ്ടനായും വേദിസും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. തണ്ടനായി പറയുന്നുണ്ട് ഞാനൊരിക്കലും ഈ ഒരു രാജാവാകുമെന്ന് വിചാരിച്ചില്ല എന്ന്. വേദിസ് അപ്പോൾ അതെന്താ അയാളെ കാണാൻ പാവത്തിനെ പോലെ തോന്നിയിരുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ അയാളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ എല്ലാവരും പവറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഒരുങ്ങുന്നവരാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ ഗാർഡ്സായിട്ട് തന്നെ നിന്ന് അഭിനയിച്ചിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആർച്ചറി കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന മീനാനക്കരയിലെ ആ കാർഡിനെ പറ്റിയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം തന്നെ അവർ ആ രീതിയിൽ അന്വേഷിച്ചായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആരാണിത് ചെയ്തതെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ മീനാനക്കരയിലെ രാജാവിനെ പിടിക്കാനായിട്ട് മറ്റ് ഗാർഡ്സിൻ്റെ അടുത്ത് തന്തനായി പറയുന്നുണ്ട്. അതേ ടൈമിന് തന്നെ ബാക്കിയുള്ള രാജാക്കന്മാരെ എല്ലാവരും തന്നെ സേഫായിട്ട് ഒരിടത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ടാണ് ഇയാളെ ക്യാച്ച് ചെയ്യാനായിട്ട് വരുന്നത്. എന്നാൽ ആ ടൈമിന് ഇവർക്കെല്ലാവർക്കും നേരെ ആരൊക്കെയോ വെടിവെക്കുന്നുണ്ട്. മേ ബി മീനാനക്കരയിലെ രാജാവിൻ്റെ ആൾക്കാരായിരിക്കാം. ഇവരും തിരിച്ച് വെടിവെക്കുന്നുണ്ട്. പലർക്കും വെടി കൊള്ളുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം കനിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇവരിപ്പോൾ കാട്ടിലെ ഏതോ വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുമുണ്ട്. എന്നാൽ ചരൺ കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് എത്തിയിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അയാൾ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ചരൺ ഇവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇവർ എല്ലാവരും ഓക്കെ ആണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെ മീരയും പൈതായും കൂടെ അവിടെ എത്തുന്നുണ്ട്. അവരും ചെക്ക് ചെയ്യുന്നുണ്ട് റാമിലും അവയൊക്കെ ഓക്കെ ആണോ എന്ന്. എന്നിട്ട് ഇവരെ 3 പേരെയും ഡ്രസ്സിലാണെങ്കിൽ ഒരു ബാഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 പേരതും അഴിച്ചു മാറ്റാണ്. കാരണം അതിൻ്റെ അകത്ത് ഒരു GPS ട്രാക്കർ ഉണ്ടായിരുന്നു. അതുവഴിയായിരുന്നു ഈ ഒരു മീനാനക്കരയിലെ രാജാവിൻ്റെ ആൾക്കാർ ഇവരെവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം ഇവരടുത്തും പറയുന്നുണ്ട്. അങ്ങനെ ഇവർക്കും മനസ്സിലാവുന്നുണ്ട് ആ ഒരു രാജാവാണ് ഇവരെ ഇത്രയും കാലം കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്ന്. അപ്പോൾ റാമിലും പറയുന്നുണ്ട് അയാൾക്ക് മക്കളൊന്നും ഇല്ലല്ലോ, സോ അതുകൊണ്ടായിരിക്കും ഞങ്ങളെയും കൊന്നുകളയാനായിട്ട് തീരുമാനിച്ചത്, ആർക്കും പവർ കിട്ടണ്ടെന്ന് കരുതിയിട്ടെന്ന്. ആ സമയം ചേരാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം പറഞ്ഞു വെച്ചിട്ടുണ്ട്, പോവാന്ന് പറയുന്നുണ്ട്. അനിൻ പക്ഷേ അവയ്ക്ക് നടക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവ പറയുന്നുണ്ട് ഇല്ലല്ല ഞാൻ ഓക്കെയാണെന്ന്. അങ്ങനെ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു സ്ഥലത്തെത്തുന്നുണ്ട്, അതായത് ഒരു ഷിപ്പൊക്കെ വരുന്ന ഒരു ഏരിയയിലേക്ക്. ആ ടൈമിന് തന്നെ അങ്ങോട്ടേക്ക് രാജാവും ഒക്കെ വരുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ അവിടെ വരുന്നൊരു കപ്പൽ വഴി കയറി എസ്കേപ്പ് ആവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ആ കപ്പൽ എത്തുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് മീനാനക്കരയിലെ രാജാവും അയാളുടെ കുറച്ച് ആൾക്കാരും വരുന്നുണ്ട്. അവർക്ക് നേരെ തോക്കും ചൂണ്ടുന്നുണ്ട് മീനാനക്കരയിലെ രാജാവ്. എന്നിട്ട് ഹിമാലയുടെ രാജാവിനോട് പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ കുടുംബത്തിന് നഷ്ടമായത്. എന്നിട്ട് കനിനെ നോക്കിയും പറയുന്നുണ്ട് നിനക്കറിയാം എൻ്റെ ഭാര്യയെ കൊന്നത് നിൻ്റെ മുത്തശ്ശനാണെന്നുള്ള കാര്യം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതായത് ആ ഒരു മൈനിങ്ങിൻ്റെ പ്രശ്നം കാരണം പൊടിയൊക്കെ അടിച്ചിട്ട് ഇയാളുടെ ഭാര്യയ്ക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം ഇയാളുടെ ഭാര്യയും അസദേവത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നു. എന്തായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. രാജാവ് ഇപ്പോൾ ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. ഇവരടുത്ത് വീണ്ടും അടുത്ത് ദവിഷ്മയത്തിലെ രാജാവിനെയും പുച്ചകുസ്തത്തിലെ രാജാവിനെയും ഒക്കെ കാണാൻ പോകുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ അവരാരും തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രശ്നം വഷളായിട്ട് ഇയാളുടെ ഭാര്യയ്ക്ക് ലങ്സിൽ ക്യാൻസർ വന്നിട്ട് അവർ മരിക്കുകയും ചെയ്തായിരുന്നു. അന്നാണ് തീരുമാനിച്ചത് ഇവരാരെയും തന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇയാളാണെങ്കിൽ രാജാവിൻ്റെ വയറ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചരനാണെങ്കിൽ അയാളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിനാണ് പെട്ടെന്ന് രാജാവിൻ്റെ അസിസ്റ്റൻറ്റ് അതിൻ്റെ ഇടയിലേക്ക് കയറുന്നത്. എന്നിട്ട് അയാളാണെങ്കിൽ രാജാവിന് നേരെ തോക്ക് ചൂണ്ടാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയാൾ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അയാൾ മീനാനക്കരയിലെ രാജാവിൻ്റെ ഭാര്യയുടെ ചേട്ടനായിരുന്നു. അവർ മരിച്ചതിന് ശേഷം രാജാവിൻ്റെ റിവെഞ്ച് ചെയ്യാനായിട്ട് ഇയാളും രാജാവിൻ്റെ കൂടെ ചേർന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ കനിൻ തിരിച്ചു വരാൻ പോകുന്ന കാര്യം ഇയാൾ അറിഞ്ഞിട്ട് മീനാനക്കരയിലെ രാജാവിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങ് എബ്രോഡ് ആയിരുന്നപ്പോൾ തന്നെ കനിനും ചരനും തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത്. അതും മീനാനക്കരയിലെ രാജാവ് ചെയ്ത പരിപാടിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ടൈമിന് കനിനാണെങ്കിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഞങ്ങളെ കൊന്നെന്നും പറഞ്ഞ് ഒന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന്. ആ ഒരു ടൈമിൽ രാജാവ് കനിൻ്റെ അടുത്ത് വേണ്ട കനിൻ ഇത് ഞാൻ നോക്കിക്കോളാം, അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഓഹോ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് മീനനഗറിലെ രാജാവ് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തണ്ടനായി ആണെങ്കിൽ ഇയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. രാജാവിൻ്റെ അസിസ്റ്റൻറ്റിനെയും ഒക്കെ തന്നെ പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു ഫുൾ ക്ലാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് പെട്ടെന്ന് തണ്ടനായിനെ കുറേ നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ നമ്മുടെ കനിനാണെങ്കിൽ ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അച്ഛാ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തണ്ടനായി നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട്
പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങാണ്. ആ ടൈമിലാണ് പെട്ടെന്ന് മീനാനക്കരയിലെ രാജാവ് തോക്കെടുത്തിട്ട് ആരെയോ വെടിവെക്കുന്നത്. പെട്ടെന്ന് അത് ചരനാണ് കൊണ്ടേന്ന് തോന്നുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ചരനോ കനിനോ ആർക്കും അല്ല, ഇവർ രണ്ടുപേരെ രക്ഷിക്കാനായിട്ട് അതിൻ്റെ ഇടയിലേക്ക് ബബ്ലു കയറിയിട്ടുണ്ടായിരുന്നു. ബബ്ലുവിനായിരുന്നു വെടി കൊണ്ടത്. പെട്ടെന്ന് അതുകൊണ്ട് ഷോക്കായിട്ട് ചരനും കനിനും ബബ്ലുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈം കൊണ്ട് ബബ്ലുവിൻ്റെ ബോധം പോകുന്നുണ്ടായിരുന്നു. ഏതിസാണെങ്കിൽ മീനാനക്കരയിലെ രാജാവിനെ വെടിവെച്ചായിരുന്നു. അങ്ങനെ അയാളും മരിച്ചിട്ടുണ്ടായിരുന്നു. രാജാവിൻ്റെ അസിസ്റ്റൻറ്റും മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ബൈ.